ഓം ശ്രീ സായിരാം. ഇന്ന് നമ്മുടെ അന്തർശൗചയജ്ഞത്തിന്റെ ഹോസ്റ്റ് ശ്രീമതി സംഗീത കാസർഗോഡാണ്. സംഗീത ഇൻട്രൊഡക്ഷൻ ചെയ്തോളൂ കേട്ടോ. സായിരാം. ഓം ശ്രീ സായിരാം. സ്വാമിയുടെ പാതാരബന്ധങ്ങളിൽ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് അന്തർശൗചയജ്ഞത്തിന്റെ 309 ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വേണ്ടി വായിക്കുന്നതും ഭജന പാടുന്നതും സങ്കീർത്തനാണ്. സങ്കീർത്തന 3 ഓങ്കാരവും 3 ഗായത്രിയും ചൊല്ലിക്കൊണ്ട് സ്റ്റാർട്ട് ചെയ്തോളൂ. സായിരാം. സായിരാം. ईश्वराय विद्महे सत्यदेवाय धीमहि तन्नः सर्वः प्रचोदयात्. ॐ साईश्वराय विद्महे सत्यदेवाय धीमहि तन्नः सर्वः प्रचोदयात्. ॐ साईश्वराय विद्महे सत्यदेवाय धीमहि तन्नः सर्वः प्रचोदयात्. ഓം ശ്രീ സായിരാം. അധ്യായം 19 ദണ്ഡകാരണ്യം. രാമലക്ഷ്മണന്മാരും സീതയും ഭരതന്റെ ഭക്തിയെയും അർപ്പണ മനോഭാവത്തെയും പുകഴ്ത്തി പറഞ്ഞു. ശാന്തമായ ആരണ്യ ജീവിതം നയിച്ചുകൊണ്ട് ചിത്രകൂടത്തിൽ അവർ വസിച്ചു. എവിടെയായിരുന്നാലും മനുഷ്യർക്ക് ദുർജനങ്ങളുടെ ശല്യം നേരിടേണ്ടി വരും. ഇവിടെ ദേവേന്ദ്ര പുത്രനായ ജയന്തൻ ഒരു കാക്കയുടെ രൂപത്തിൽ വന്ന് സീതയുടെ പാദത്തിൽ മുറിവേൽപ്പിക്കുന്നു. അതുകണ്ട ശ്രീരാമൻ ഒരു ഉണക്കപ്പുല്ലെടുത്ത് മന്ത്രം ജപിച്ച് കാക്കയുടെ നേരെ അയക്കുന്നു. അത് അഗ്നിജ്വാലയായി മാറി. പോകുന്നിടത്തെല്ലാം തന്നെ പിന്തുടരുന്ന അഗ്നേയാസ്ത്രം ജയന്തൻ ശ്രീരാമനിൽ അഭയം പ്രാപിച്ചു. രാമബാണം ലക്ഷ്യത്തിലെത്താതെ മടങ്ങില്ല. അതിനാൽ അതേറ്റ് ജയന്തന് ഒരു കണ്ണു നഷ്ടമായി. ഇവിടെ വല്ലഭന് പുല്ലും ആയുധം എന്ന മൊഴിയും വിഷ്ണു സഹസ്രനാമത്തിലെ സർവപ്രഹരണായുധ എന്ന നാമവും അന്വർത്ഥമാകുന്നു. ഭഗവാൻ സങ്കൽപ്പിച്ചാൽ എന്തും ആയുധമായി തീരും. ഇന്നും ചിത്രകൂടത്തിൽ കാക്കയെ കാണാനാവില്ല എന്ന് അനുഭവസ്ഥർ പറയുന്നു. ജയന്തന്റെ പ്രവൃത്തി കൊണ്ട് പിതാവായ ദേവേന്ദ്രന് ലജ്ജിക്കേണ്ടി വന്നു. സന്താനങ്ങൾ മാതാപിതാക്കളെ ലജ്ജിതരാക്കുന്ന പ്രവർത്തികൾ ചെയ്തുകൂടാ എന്നൊരു സന്ദേശം നമുക്ക് ലഭിക്കുന്നു. തെറ്റിനെ ശിക്ഷിക്കണമെന്നും തെറ്റു ചെയ്തയാൾ പശ്ചാത്തപിച്ച് ക്ഷമ ചോദിച്ചാൽ ക്ഷമിക്കേണ്ടതാണെന്നും ശ്രീരാമൻ നമ്മെ പഠിപ്പിക്കുന്നു. ചിത്രകൂടം വിട്ട് സീതാരാമന്മാരും ലക്ഷ്മണനും ശ്രേഷ്ഠനായ അത്രി മഹർഷിയുടെയും അനസൂയയുടെയും ആശ്രമത്തിൽ എത്തുന്നു. സംഭാഷണ മധ്യേ ശ്രീരാമൻ മാത്രമാണ് പുരുഷനെന്നും അടിസ്ഥാനപരമായ എല്ലാ ജീവികളിലും സ്ത്രൈണഭാവങ്ങൾ അന്തർലീനമായിരിക്കുന്നുവെന്നും സീതാദേവി വെളിപ്പെടുത്തി. ശ്രീരാമന് ലോക സ്വഭാവമായ ദ്വൈതഭാവങ്ങൾ ഇല്ല. ശ്രീരാമൻ അനശ്വര പുരുഷത്വം, സീതാദേവി അനശ്വര സ്ത്രീത്വം. ഇതാണ് രാമതത്വം എന്ന് അനസൂയ പ്രഖ്യാപിക്കുന്നു. അവിടെ നിന്നും തിരിച്ച അവർ വഴിമധ്യേ മനോഹരമായ ഒരു ആശ്രമവും അതിനുള്ളിൽ ഒരു ക്ഷേത്രവും ഫലവൃക്ഷങ്ങൾ നിറഞ്ഞ ഉപവനവും കണ്ടു. മഹർഷിയും ശിഷ്യന്മാരും അവിടെ താമസിക്കാൻ അപേക്ഷിച്ചുവെങ്കിലും രാമൻ തന്റെ ലക്ഷ്യത്തിലേക്ക് നീങ്ങുന്നു. ജീവിതയാത്രയിൽ സുന്ദരമായ പ്രലോഭനങ്ങൾ ഉണ്ടായാലും നാം നമ്മുടെ ലക്ഷ്യത്തിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കണം എന്ന സന്ദേശമാണ് നമുക്ക് ലഭിക്കുന്നത്. കൊടുങ്കാട്ടിലെത്തിയ അവരുടെ നേരെ വിരാധൻ എന്ന ഘോരരൂപിയായ ഒരു രാക്ഷസൻ വരുന്നു. രാമന്റെ ബാണമേറ്റ് ശിരസ് ചോദിക്കപ്പെട്ട വിരാധന്റെ ശരീരത്തിൽ നിന്നും സുന്ദരനായ ഒരു പുരുഷൻ ഉയർന്നു വന്നു. കുബേരന്റെ ശാപത്താൽ രാക്ഷസനായി തീർന്ന ഗന്ധർവന് രാമബാണത്താൽ ശാപമോക്ഷം ലഭിക്കുന്നു. ശ്രീരാമന്റെ ബാണമേറ്റ് ശാപമോക്ഷം ലഭിക്കുന്ന വളരെ പേർ രാമായണത്തിൽ കടന്നു വരുന്നുണ്ട്. ശാപകാരണം ഗുരുജനങ്ങളോടുള്ള അനാദരവും അഹന്തയും ആണെന്ന് നാം കാണുന്നു. ഗുരുജനങ്ങളുടെ ശാപമേൽക്കുന്ന പ്രവൃത്തികൾ ചെയ്യരുത്. ഈശ്വരനാൽ വധിക്കപ്പെടുന്നത് പോലും അനുഗ്രഹീതമായി തീരും.
കാരണം സർവ്വജീവികളിലും അന്തരാത്മാവായി കുടികൊള്ളുന്ന ഈശ്വരൻ ഉദാത്തമായ നന്മയുടെ പ്രതിരൂപമാണ്. തന്നാൽ വധിക്കപ്പെടുകയോ തന്റെ സാന്നിധ്യത്തിൽ മരിക്കുകയോ ചെയ്യുന്നവരുടെ ശരീരം യഥാവിധി ദഹിപ്പിച്ച് ശേഷക്രിയകൾ ചെയ്യുന്ന രാമൻ നൽകുന്ന പാഠം എന്താണ്? സകല ജീവജാലങ്ങളോടുമുള്ള ആദരവ്. ഒരാത്മാവ് കുടികൊണ്ടിരുന്ന ജഡശരീരത്തെയും ബഹുമാനിക്കണം. ഈ കാലത്ത് ഈ സന്ദേശം എത്ര അർത്ഥവത്താണെന്ന് ചുറ്റും നടക്കുന്ന സംഭവങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ശരഭംഗ മഹർഷി രാമലക്ഷ്മണന്മാരെയും സീതയെയും ഹാർദമായി സ്വീകരിക്കുന്നു. ശരഭംഗ മഹർഷി പ്രേമമാർഗത്തിലൂടെയാണ് താൻ രാമന്റെ ദിവ്യദർശനം നേടിയതെന്നും ഇനി മറ്റൊന്നിലും തന്റെ ദൃഷ്ടി പതിയാതെ രാമന്റെ സുന്ദര രൂപത്തിൽ മിഴികൾ ഉറപ്പിച്ച് ദേഹത്യാഗം ചെയ്യുവാൻ താൻ ആഗ്രഹിക്കുന്നുവെന്നും പറഞ്ഞു. ചിതാഗ്നിയിൽ അക്ഷോഭ്യനായിരുന്ന് ആത്മഹുതി ചെയ്ത മഹർഷിയുടെ ആത്മാവ് രാമനിൽ ലയിച്ചു. നമ്മുടെ പൈതൃകത്തിന്റെ ഉദാത്തതയാണ് ഇവിടെ കാണുന്നത്. മരണത്തെ വരിക്കുവാനുള്ള ധീരതയാണ് ഇത് കാണിക്കുന്നത്. അഗസ്ത്യ മഹർഷിയുടെ ശിഷ്യനായ സുദീക്ഷണൻ രാമന്റെ കരസ്പർശം കൊണ്ട് സമാധിസ്ഥനാകുന്നു. കറയറ്റ ഭക്തി കൊണ്ട് മാത്രമേ അങ്ങനെയൊരു അവസ്ഥ നേടാനാകൂ. ബോധാവസ്ഥയിലേക്ക് തിരികെ വന്ന സുദീക്ഷണന് ഒരു ആഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ. സീതാലക്ഷ്മണ സംയുക്തനായി ശ്രീരാമൻ തന്റെ ഹൃദയത്തിൽ വസിക്കണം. ശ്രീരാമൻ അതിന് അനുഗ്രഹിക്കുന്നു. കൊടുംകാട്ടിൽ രാക്ഷസന്മാരുടെ ഉപദ്രവം സഹിച്ചു ജീവിച്ചിരുന്ന മഹർഷിമാർ സാക്ഷാൽ ഭഗവാനെ കാണുമ്പോൾ ആവശ്യപ്പെടുന്ന വരങ്ങൾ അവരുടെ ആത്മീയോന്നതി വെളിവാക്കുന്നു. സുദീക്ഷണന്റെ ഒപ്പം അവർ അഗസ്ത്യ മുനിയുടെ ആശ്രമത്തിൽ എത്തുന്നു. പ്രകൃത്യാ പരസ്പര വൈരികളായ പക്ഷിമൃഗാദികൾ സൗഹാർദ്ദത്തോടെ വിഹരിക്കുന്ന ആശ്രമം ആധ്യാത്മിക പ്രഭാവം കൊണ്ട് സമ്പന്നമായിരുന്നു. അഗസ്ത്യൻ രാമനെ ആലിംഗനം ചെയ്താണ് സ്വീകരിക്കുന്നത്. ത്രികാലജ്ഞാനിയായ മഹർഷിയോട് രാക്ഷസ വംശ വിനാശത്തിന് മാർഗദർശനം നൽകാൻ രാമൻ അപേക്ഷിക്കുന്നു. സർവജ്ഞനായ രാമൻ മാനുഷരൂപേണയായതിനാൽ പാലിക്കുന്ന മര്യാദയാണത്. ദർശന സ്പർശന സംഭാഷണങ്ങളാൽ ഋഷിമാരുടെ മകുടമായ അഗസ്ത്യനെ അനുഗ്രഹിക്കുകയാണ് രാമൻ ചെയ്യുന്നത്. സാകാര രൂപത്തിൽ ഈശ്വരനെ ആരാധിക്കുന്ന അഗസ്ത്യ മഹർഷിക്ക് ശ്രീരാമ ദർശനം തന്റെ തപസ്സിന്റെ ഫലമാണെന്ന് മനസ്സിലാകുന്നു. തങ്ങൾക്ക് താമസിക്കാൻ ഉചിതമായ സ്ഥലം കാട്ടിത്തരണമെന്ന ശ്രീരാമന്റെ അപേക്ഷയെ മഹർഷി മനസ്സിലാക്കുന്നു. ഒരു നാടകത്തിലെ വേഷം സ്വീകരിക്കുമ്പോൾ അതുമായി താതാമ്യം പ്രാപിച്ചാലല്ലേ അഭിനയം നന്നാവുകയുള്ളൂ. അതാണ് ഇവിടെ ശ്രീരാമനും അഗസ്ത്യ മഹർഷിയും ചെയ്യുന്നത്. ഗോദാവരി തീരത്ത് ദണ്ഡകാരണ്യത്തിൽ താമസിച്ച് അവിടെയുള്ള തപസ്വികളെ അനുഗ്രഹിക്കണമെന്ന് അഗസ്ത്യ മഹർഷി അപേക്ഷിക്കുന്നു. ഈ പ്രപഞ്ചത്തിന്റെ ഗതിവിഗതികൾ നിയന്ത്രിക്കുന്ന ഭഗവാന് വഴികാണിക്കാൻ മഹർഷിക്ക് സാധിക്കുന്നു. ദണ്ഡകാരണ്യം എന്ന പേര് ലഭിച്ചതിന് പിന്നിലുള്ള കഥ മഹർഷി പറയുന്നു. ഗൗതമ മഹർഷിയുടെ കൂടി കപട സന്യാസിമാർ അദ്ദേഹത്തെ ചതിച്ചതിനാൽ ഈ വനം പുണ്യാത്മാക്കൾക്ക് പകരം ദുഷ്ടന്മാരുടെ ആവാസ കേന്ദ്രമാകട്ടെ എന്നൊരു ശാപം മുനി നൽകുന്നു. കൂടാതെ ദണ്ഡൻ എന്ന ഭരണകർത്താവ് ഗുരുവായ ഭൃഗു മഹർഷിയുടെ പുത്രിയെ അപമാനിച്ചതിനാൽ മഹർഷിയുടെ ശാപത്താൽ മണ്ണുമഴ പെയ്ത് ചെളി പ്രദേശമായി കൊടും കാടായി തീർന്നു. അതുകൊണ്ട് ദണ്ഡകാരണ്യം എന്ന പേര് ലഭിച്ചു. യുഗമായാലും കലിയുഗമായാലും സത്തുക്കളെയും സ്ത്രീജനങ്ങളെയും ഉപദ്രവിക്കുവാൻ കപട സന്യാസിമാരും നീചന്മാരും ഉണ്ടാകുമെന്ന വസ്തുത നാം മനസ്സിലാക്കണം. അഗസ്ത്യ മഹർഷി രാമന് ദിവ്യമായ ആയുധങ്ങൾ സമ്മാനിക്കുന്നതിൽ നിന്നും വരാൻ പോകുന്ന സംഭവങ്ങളെ കുറിച്ച് മഹർഷിക്ക് അറിയാമെന്ന് നാം മനസ്സിലാക്കുന്നു. അഗസ്ത്യൻ സൂചിപ്പിച്ച പഞ്ചവടിയിൽ അവർ എത്തി. ദശരഥ മഹാരാജാവിന്റെ സുഹൃത്തായ ജടായു എന്ന പക്ഷി ശ്രേഷ്ഠനെയും കണ്ടു. അവർ പഞ്ചവടിയിൽ പർണശാല കെട്ടി താമസിക്കുന്നു. ജടായുവിനെ പഞ്ചവടിക്ക് സമീപം താമസിക്കാൻ അനുവദിക്കുന്നു. സീതാപഹരണത്തിൽ ജടായുവിന് രക്ഷകന്റെ ഭാഗം അഭിനയിക്കേണ്ടതുണ്ട്. തന്റെ അവതാര ലീലയിൽ വരാൻ പോകുന്ന എല്ലാ സംഭവങ്ങളെ പറ്റിയും രാമൻ അറിയുന്നു എന്ന വസ്തുത നമുക്ക് കൃത്യമായി മനസ്സിലാകുന്നു. സായിറാം. സങ്കീർത്തന പുട്ടപർത്തിയിൽ പോയ 1-2 അനുഭവങ്ങൾ പറയും മോളെ, സമയമുണ്ടല്ലോ. നാഷണൽ ഇതിനൊക്കെ ഓം ശ്രീ സായിറാം. എൻ്റെ പേര് സങ്കീർത്തന. ഞാനിപ്പോ പുട്ടപർത്തിയിൽ ഇപ്പോ കഴിഞ്ഞ വർഷം ഒരു നാഷണൽ ലീഡർഷിപ്പ് പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്തു.
അപ്പം അതൊരു 9 മന്ത് കോഴ്സായിരുന്നു. ആ സമയത്ത് അതിന്റെ ഗ്രാജുവേഷൻ കഴിഞ്ഞു. അതിനുശേഷം പുട്ടപർത്തിയിൽ അവിടെ പാടാൻ പറ്റി. അങ്ങനെ 2-3 പ്രാവശ്യം അവിടെ പാടേണ്ട അവസരം കിട്ടി. അങ്ങനെ ഇപ്പോ കാസർഗോഡ് ഡിസ്ട്രിക്റ്റിന്റെ മഹിളാ യൂത്ത് കോർഡിനേറ്റർ ആയിട്ട് ആയിട്ടാണുള്ളത്. അങ്ങനെ ഇപ്പോ പറ്റുന്ന പോലെ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള സർവീസ് ചെയ്യുന്നുണ്ട്. സായിറാം. സ്വാമി തന്നെ എന്തെങ്കിലും സ്വപ്നമോ അനുഭവമോ ഉണ്ടെങ്കിൽ പറയും. സ്വാമി എത്ര കൊച്ചിലേ വന്നിട്ടുണ്ടാവുമല്ലോ, ഫാമിലി മുഴുവൻ സൈഡ് കൊടുത്തിട്ടല്ലേ. അതെ അതെ പിന്നെ ബാലേട്ടന്റെ ഒരു ഇഫക്റ്റ് അതെ, ഉണ്ടല്ലോ, ബാലത്തിനെ കുറിച്ചിട്ട് എനിക്ക് എന്തായാലും പറയാനുണ്ട്. ഇപ്പോ കഴിഞ്ഞ വർഷം ഇപ്പൊ രാമായണം വായിക്കുമ്പോ ബാലച്ചനായിരുന്നു എനിക്കെല്ലാം പ്രിപ്പയർ ചെയ്ത് തന്നത്. സായിറാം. പിന്നെ സ്വാമിയുടെ സ്വപ്നം, ബാലവികാസ്, എന്തെല്ലാം ഉണ്ട് മോളെ, പറയും. അവള് പ്രിപ്പയർ ആയിട്ടില്ല, അതാണ് പെട്ടെന്ന്. അതൊക്കെ പെട്ടെന്ന് പ്രിപ്പയർ ആവണ്ടേ, ഇതിനും പ്രിപ്പയർ ഒന്നും ആവേണ്ട ആവശ്യമില്ലല്ലോ. അതെ, എനിക്കിപ്പോ പെട്ടെന്ന് അതെ, ഇപ്പം അച്ഛന്റെ ഫാമിലിയിലേക്ക് സ്വാമി സായി ഡിവോട്ടി ആയത് ബാലച്ചൻ വഴിയാണ് ആയത്. അപ്പൊ ഇന്നിപ്പോ ബാലച്ചനെ വല്ലാണ്ട് മിസ് ചെയ്യുന്നു. അതുകൊണ്ട് അധികം പറയാൻ പറ്റുന്നില്ല. അത് ശരി മോളെ, അടുത്ത പ്രാവശ്യം പറഞ്ഞാൽ മതി കേട്ടോ. സായിരാം, എനിക്ക് മനസ്സിലാവുന്നുണ്ട്. സായിരാം, നമുക്ക് ഭഗവാന്റെ വെക്കാം. ఒకనొక సమయం లోపల At one time, ముగ్గురు తల్లులు ఏకమైనారట. 3 mothers met at one. రాముల తల్లి ఒక ఆమె, One is the mother of Rama, హనుమంతుని తల్లి ఒక ఆమె, other is the mother of అగస్త్యుని తల్లి Hanuman, ఒక ఆమె. and the mother is of the same. మూడాడవారు చేసిన సుగుణాకర పట్టపగలు చుక్కలు రానున్నట. When the 3 ladies meet, you can understand what kind of havoc there could be. వీరు చేరినటువంటి వారు ఊరుకు ఉండకూడదా? These 3 didn't remain silent. అమ్మా నీవెవరు అని కౌసల్య అడిగిందట హనుమంతుని తల్లిని. Kausalya, the mother of Rama, asked the mother of Hanuman, "Who are you? అమ్మా మీకు తెలియదా? Don't you know me?" యావత్ ప్రపంచమునకే తెలిసినటువంటి కుమారుడు హనుమంతుడు. Hanuman is known to the whole world. హనుమంతు నామం చెప్పిన దగ్గరంతా రాముడు ఉంటుంటాడు. Wherever the name of Hanuman is sung, రామనామం చెప్పిన Rama. దగ్గరంతా హనుమంతుడు ఉంటాడు. Wherever Rama's name is sung, రామ హనుమంతులకు Hanuman. అన్యోన్య అనురాగము, Rama and Hanuman are అవినాభావ inseparable. సంబంధము, That's interrelationship. ఏకాత్మ తత్వము. It's only one you. అటువంటి హనుమంతుని యొక్క తల్లిని నేను అని. I am the mother of Hanuman. ఓహో, అతనే ఈ లంకనంతా కూడాను చేరడానికి పెద్ద సముద్రాన్ని కూడా దాటిపోయాడు అనండి. Is that so? He was responsible for crossing that mighty ocean in ఈ such a మాట manner. వినేటప్పటికి అగస్త్యుని తల్లి, ఓహో, నీ కుమారుడు చేసినటువంటి పని గొప్పదేమి కాదు. Then the mother of the sage Agastya said, "The deeds of your son are not that సముద్రాన్ని great. దాటినాడు నీ కుమారుడు. Your son crossed the నా ocean. కుమారుడు సముద్రాన్ని మింగివేశాడు. My son could swallow the whole ocean." అలాంటి అగస్త్యుని తల్లిని నేను అన్నా. I am the mother of that sage Agastya. ఇద్దరు చేరి కౌసల్యని ప్రశ్నించారట, మీరెవరమ్మా అని. Both of them questioned Kausalya, the mother of Amma. Rama. ఏ హనుమంతుడు లంకను దాటాడో, ఏ అగస్త్యుడు ఈ నీరునంతా కూడా మింగాడో, ఆ యొక్క శక్తికి రాములైనటువంటి ఒక కుమారుని యొక్క తల్లిని అన్నాడు. And she said, "Listen to me. The strength that Agastya could have as to make him swallow the ocean, the strength of Hanuman that made him cross this ocean is the strength of Rama and the mother of Rama," she said. ముగ్గురు సంభాషణ జరిగే సమయం లోపల రాములు ప్రవేశించాడట. At the end of the conversation, there stepped in Ramachandra. ఏమిటమ్మా ఇంత గొప్పగా చెప్పుకుంటున్నారు నా విషయము అన్నాడు. "What is it you are speaking about me in such a high way?" అమాయకుని వలె ప్రశ్నించాడు వాళ్ళను. He asked them innocently. తాను దైవస్వరూపుడు అయినప్పటికీ, Though he is God, సాక్షాత్ నారాయణుడు అయినప్పటికీ, though the manifestation of God, అమాయకు నరుని వలె తాను ప్రవర్తిస్తూ వచ్చాడు. he behaved like an ordinary man. అమ్మా హనుమంతుడు తన భక్తి ప్రపత్తుల చేతనే లంకను దాటాడు. Hanuman could cross this ocean because of his steadfastness and అగస్త్యుడు sincerity. తన భక్తి శ్రద్ధలతోనే తన జలమునంతా మింగాడు. Agastya could swallow the ocean because of his devotion. నేను కాదు,
I didn't do that. నేను గొప్పవాడు కాదు, I'm not నేను great. సామాన్యమైన మానవుడు. I'm an ordinary man. నా ఈ దేహమునకు పెట్టినటువంటి నామమే సర్వశక్తి స్వరూపము అన్నాడు. It is the name that this body bears is highest and the biggest and most powerful. నేను కేవలము నిమిత్త మాత్రుణ్ణి. I am only a plea here. ఆ నా నామమే సర్వమును కూడాను సమకూర్పజేస్తుండాలి. It is my name that accomplishes సర్వశక్తి everything. కూడాను ఈ నామం నందే ఉంటుండాలి. Almighty powers are latent in the ఈ name. నామం యొక్క మహత్తరం శక్తి చేతనే ఈ దేహం కూడాను కదిలిపోతుండాలి. It is the mystery of this name that makes this body move. ഓം ശ്രീ സായിരാം. ഭഗവാൻ എപ്പോഴും പറയും, നമ്മളെ ഉപദേശത്ത് വാക്യം ഭഗവാൻ പറയാറുണ്ട്. അതായത് ന പ്രജയ ന ധനേന തകീനൈക്ക് അമരത്വമാനുഷു. എന്താണ് ഈ അമരത്വം എന്ന് പറഞ്ഞാല്? നമ്മൾ മരിക്കാതിരിക്കുന്നല്ല, മരിച്ചു കഴിഞ്ഞാലും നമ്മളെ സ്മരിക്കുന്ന ആൾക്കാരുടെ ഉള്ളിലെ സ്നേഹം. അതാണ് നമ്മൾ ബാലേട്ടനെ പറ്റി പറയുമ്പോൾ നമ്മൾക്ക് ഇപ്പൊ സങ്കീർത്തനയ്ക്ക് ബാലേട്ടൻ സ്വന്തമാണ്. അത് മാത്രമല്ല, അല്ലാത്തവർക്കും എല്ലാവർക്കും ബാലേട്ടൻ വളരെ പ്രിയപ്പെട്ടവനായിരുന്നു. PM ബാലകൃഷ്ണൻ. അദ്ദേഹം സ്വാമിയുടെ പാദത്തിൽ ലയിച്ചിട്ട് കുറച്ച് ദിവസമേ ആയിട്ടുള്ളൂ. എനിക്ക് എൻ്റെ അനുഭവം ഞാൻ പറയാം. ബാലവികാസ് എന്ന് തൊട്ട് ഈ പിന്നെ KSTയിൽ ഞാൻ പരിചയപ്പെട്ടു. കാസർഗോഡുകാരുമായിട്ട് എനിക്ക് പരിചയം വന്നത് സതീഷ് മാഷിലൂടെയാണ്. അന്ന് തൊട്ട് ബാലേട്ടൻ, ഞാൻ ഇവിടെ എപ്പോഴും പറഞ്ഞാലും ബാലേട്ട ഒരു ഭജന പാടൂ എന്ന് പറഞ്ഞ് ഉടൻ തന്നെ ബാലേട്ടൻ ഇപ്പോഴും എല്ലാ ബാലവികാസ് ക്ലാസ്സിലും കൊച്ചു കുട്ടികൾക്ക് പോലും ഭജന പഠിപ്പിക്കുവാൻ തയ്യാറായിരുന്നു ഈ പ്രായത്തിലും. അത്രയ്ക്ക്. അപ്പൊ നമ്മള് മരിക്കുമ്പോൾ നമ്മളുടെ കൂടെ വരുന്നത് ഈ പുണ്യം മാത്രമാണ്. നമ്മൾ നേടുന്ന പുണ്യം, നമ്മൾ നേടുന്ന മറ്റുള്ളവരുടെ ഹൃദയങ്ങളുടെ നമ്മുടെ സ്ഥാനം, അതാണ് അമരത്വം എന്ന് പറയുന്നത്. അപ്പം മോള് സങ്കീർത്തന നാഷണൽ ലെവലിൽ 4 കുട്ടികൾ സെലക്ട് ചെയ്തതിൽ ഒരാളായിരുന്നു പാടാൻ ഭഗവാന്റെ മുമ്പില്. അങ്ങനെ മോൾക്ക് 2-3 ദിവസം അവിടെ പാടാനുള്ള അവസരം കിട്ടി. അത് ബാലേട്ടൻ നൽകിയൊരു അനുഗ്രഹം തന്നെയാണ് അവളുടെ പാട്ടും. അപ്പൊ മോൾ അതുകൊണ്ട് 2 പാട്ട് പാടണം ഇന്ന്. ഒന്ന് ബാലേട്ടന് വേണ്ടിയിട്ടും ഒന്ന് നമുക്ക് വേണ്ടിയിട്ടും. ഓക്കെ സായിരാം, പാടിക്കോളൂ. സായിരാം. രാമകൃഷ്ണ ഗോവിന്ദ നാരായണ കേശവ, രാമകൃഷ്ണ ഗോവിന്ദ നാരായണ കേശവ, രാധികാരമണ മാധവ, ജയ രംഗാദേവ, രാധികാരമണ മാധവ. ഹരേ രാമ ഹരേ കൃഷ്ണ സീതാരാമ രാഘവ, ഹരേ രാമ ഹരേ കൃഷ്ണ സീതാരാമ രാഘവ, രാധികാരമണ മാധവ, ജയ രംഗാദേവ, രാധികാരമണ മാധവ. രാമകൃഷ്ണ ഗോവിന്ദ നാരായണ കേശവ, രാധികാരമണ മാധവ, ജയ രംഗദേവ, രാധികാരമണ മാധവ. ഹരേ രാമ ഹരേ കൃഷ്ണ സീതാരാമ രാഘവ, ഹരേ രാമ ഹരേ കൃഷ്ണ സീതാരാമ രാഘവ, രാധികാരമണ മാധവ, ജയ രംഗദേവ, രാധികാരമണ മാധവ. സായിരാം. രാമ രാമ രവികുല സോമാ, രാമ രാമ രവികുല സോമാ, കോദണ്ഡ രാമ പട്ടാഭിരാമ, സായി രാമ സാകേത രാമ, സായി രാമ സാകേത രാമ, ജയ ജയ രാമ ജാനകി രാമ,
ജയ ജയ രാമ ജാനകി രാമ 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 രവികുല സോമ കോദണ്ഡ രാമ പട്ടാഭിരാമ സായി രാമ സാകേത രാമ ജയ ജയ രാമ ജാനകി രാമ ജയ ജയ രാമ ജാനകി രാമ 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 രവികുല സോമ കോദണ്ഡ രാമ പട്ടാഭിരാമ. ഇന്ന് നമ്മുടെ കൂട്ടത്തില് വയനാട്ടിലെ സുസ്മിത കയറിയിട്ടുണ്ടോ? സായിരാം, വയനാട്ടിലെ സുസ്മിത ഉണ്ടോ? എന്നാൽ ഇന്ന് സുസ്മിത പറഞ്ഞ ഒരു അനുഭവം ഞാൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. കാരണം ഭഗവാന് നമ്മളോട് എത്ര സ്നേഹമാണ്. അതായത് ഭഗവാൻ വിളിപ്പുറത്തുണ്ട് നമ്മളുടെ, ഒരിടത്തും പോയിട്ടില്ല ഭഗവാൻ. ഞാൻ ഇവിടെ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞത് മാതിരി തന്നെ ഇവിടെ തന്നെ ഉണ്ട് ഭഗവാൻ. അതായത് അതിന് ഭഗവാന് വലിപ്പച്ചെറുപ്പങ്ങളില്ല, സ്ഥാനം പദവി ഒന്നും നോട്ടമില്ല. സാധുക്കളാണോ പണക്കാരാണോ വലിയ പദവികളുള്ളവരാണോ ഇതൊന്നും ഭഗവാന് നോട്ടമില്ല. ഭഗവത് സേവ ചെയ്യുക, ഭഗവാനിൽ ഭക്തി ഉണ്ടാവുക, ഇത് മാത്രമാണ് സ്വാമിക്ക് നമ്മളോടുള്ള സ്നേഹത്തിന്റെ മാനദണ്ഡം. അതിനുള്ള ഒരു നല്ലൊരു അനുഭവം സുസ്മിതയ്ക്ക് ഉണ്ടായതാണെന്ന് ഞാൻ പറയാൻ പോകുന്നത്. അപ്പൊ സുസ്മിതയൊക്കെ ഇപ്പൊ കഴിഞ്ഞില്ലേ നമ്മളുടെ വയനാട് കാസർഗോഡിന്റെ ഒക്കെ സേവ കഴിഞ്ഞല്ലോ ഇപ്പൊ ജൂലൈയില്. ആ സമയത്ത് അവരുടെ കൂടെ വയനാട് നിന്നൊരു കുട്ടി ഉണ്ടായിരുന്നു. ഒരുപാട് ധനസ്ഥിതിയുള്ള കുട്ടിയായിരുന്നില്ല. അപ്പൊ ആ കുട്ടി പിന്നെ ചുരിദാർ ഡ്രസ്സ്, സാരിയല്ല ചുരിദാർ സെറ്റുകളാണ് കൊണ്ടുപോയിരുന്നത്. കാരണം ജോലി എളുപ്പം അതാണല്ലോ സാരിയേക്കാളും. പക്ഷേ പൂർണേന്ദ്ര ഹാളിലായിരുന്നു അവർക്ക് ഡ്യൂട്ടി അലോട്ട് ചെയ്തത്. അപ്പൊ അവിടെ ഒരു നിയമം വന്നു, പൂർണേന്ദ്ര ഹാളിൽ ഡ്യൂട്ടി ചെയ്യുന്ന എല്ലാവരും സാരി തന്നെ ഉടുക്കണം, ചുരിദാർ ഇടരുത് എന്നും കൂടെ പറഞ്ഞു. അപ്പൊ ഈ കുട്ടിക്ക് വലിയ വിഷമമായി. ആ കുട്ടിക്ക് പെട്ടെന്ന് സാരികൾ വാങ്ങിക്കാനുള്ള ഒരു ധനസ്ഥിതി ഇല്ല ഒന്നാമത്. രണ്ടാമത് ചുരിദാറാണ് കൊണ്ടുവന്നിരിക്കുന്നത് എല്ലാം. അപ്പൊ സുസ്മിതയോട് പറഞ്ഞു, ചേച്ചി ഞാൻ എന്താ ചെയ്യുക എന്ന് പറഞ്ഞ് അവർ രണ്ടാളും കൂടെ സംസാരിച്ച് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോ ഒരമ്മ, അവരെ കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല, ഒരമ്മ വന്നിട്ട് ഒരു സാരി ആ കുട്ടിയുടെ കൈ കൊടുത്തിട്ടു, ഇത് മോള് വെച്ചോളൂ എന്ന് പറഞ്ഞു. ഇത് മോൾക്കുള്ള എൻ്റെ സമ്മാനമാണ്, ഇത് മോള് വെച്ചോളൂ എന്ന് പറഞ്ഞ് ഒരു സാരി അവൾക്ക് നൽകി. ആരായിരിക്കും ആ അമ്മ? അവര് കണ്ടിട്ടില്ല കേട്ടിട്ടില്ല. ആരായിരിക്കും ആ കുട്ടിയുടെ മനസ്സറിയാൻ, ആ കുട്ടിയുടെ ആവശ്യം അറിയാൻ നമ്മുടെ ഭഗവാനല്ലാതെ ആർക്കും സാധിക്കും? അങ്ങനെ ഒരു അമ്മയായിട്ട് പ്രത്യക്ഷപ്പെടുവാൻ നമ്മുടെ സ്വാമിക്കല്ലാതെ ആർക്കും സാധിക്കും? ഒന്ന് ആലോചിച്ച് നോക്കൂ. അത് എത്ര വലിയ ആശ്വാസമാണ് ആ കുട്ടിക്ക് നൽകിയത്, എത്ര വലിയൊരു അനുഭവം ആണ് ആ കുട്ടിക്ക് ആ സേവയിൽ നിന്ന് ലഭ്യമായതെന്ന് ഓർക്കും. ഇങ്ങനെ നമ്മൾ ആലോചിച്ചാല് നമ്മൾ ഓരോരുത്തരും സേവ ചെയ്യുമ്പം ഇതുപോലെയുള്ള മനോഹരമായ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഒരു കാര്യം ഞാൻ പറയാം. ഞാൻ ദുർഗാപൂരിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുമ്പോൾ, ദുർഗാപൂരിൽ നിന്ന് സേവയ്ക്ക് വരുമ്പോൾ ആ കാലത്ത് ഞാൻ വ്യാഴാഴ്ച തോറും ഉപവാസമൊന്നും എനിക്ക് അത്ര ഇഷ്ടമുള്ള കാര്യമൊന്നുമല്ല. എനിക്ക് വിശന്നിരിക്കാൻ വലിയ കപ്പാസിറ്റി ഉള്ള ആളുമല്ല. എന്നാലും ഞാൻ പറഞ്ഞു, എന്നാലും സ്വാമി ഞാൻ വ്യാഴാഴ്ച തോറും ഉപവസിക്കാൻ പോവാണ്. ഷിർഡി സായിക്ക് ഒട്ടും ഇഷ്ടമല്ലെന്ന് എനിക്കറിയാം. എന്നാലും ഞാൻ അങ്ങനെ ഒരു സാഹസത്തിന് മുതിർന്നു. അപ്പൊ എൻ്റെ കൂടെയുള്ള കൂട്ടുകാരികളൊക്കെ അവരൊക്കെ പറയും സായി ഡിവോട്ടീസാണ്. അവർ പറയും ആവശ്യമില്ല, നമുക്ക് ഭഗവാൻ നമ്മളോട് ഇങ്ങനെ ഭക്ഷണം ഇരിക്കാനൊന്നും പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. അമ്മ അല്ല എന്നാലും ഞാൻ വ്യാഴാഴ്ച ഉപവസിക്കുകയാണ്. അല്ലെങ്കിൽ ഭഗവാൻ എനിക്ക് എന്തെങ്കിലും തരട്ടെ, ഭഗവാൻ എന്തെങ്കിലും തന്ന് കഴിക്കൂ എന്ന് പറയുകയാണെങ്കിൽ ഞാൻ ഉപവസിക്കില്ല, ഒരിക്കലും ഉപവസിക്കില്ല. ഞാൻ എന്തെങ്കിലും ഒരു നേരം 2 നേരം ഭക്ഷണം കഴിക്കും എന്നൊരു തീരുമാനം എടുത്തിട്ട് ഞാൻ വരികയാണ്. അപ്പൊ ദുർഗാപൂർ ഇതുപോലെ തന്നെ ഞങ്ങൾക്ക് നല്ല ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. അപ്പൊ അവർക്കൊക്കെ എന്തെങ്കിലും അയക്കണമല്ലോ. ഞാൻ പിന്നെ നാട്ടിലേക്കാണ് പോണത്, കേരളത്തിലേക്ക്. അപ്പൊ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടേ തിരികെ പോവുള്ളൂ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, പിന്നെ സായി ഗീതാ സ്റ്റോഴ്സിൽ പോയിട്ട്
ഒരു 21 പടങ്ങൾ വാങ്ങിച്ചു സ്വാമിയുടെ. എനിക്ക് 20 ഫ്രണ്ട്സ് ഉണ്ട്. അപ്പൊ 21 പടം ആണ് ഒരു സെറ്റ് ആയിട്ടുണ്ടായിരുന്നത്. അതെടുത്ത്, അത് ഏതാ അറിയോ, അതുവരെ ഭഗവാന്റെ ആ പടം പുറത്ത് പ്രസിദ്ധമായിട്ടുണ്ടായിരുന്നില്ല. വെള്ള ഡ്രസ് ഇട്ടിട്ട്, ഇപ്പൊ ഒരുപാടുണ്ട് അത്. വെള്ള ഡ്രസ് ഇട്ടിട്ട് 2 കൈയും പൊക്കി അനുഗ്രഹിക്കുന്ന ഒരു മനോഹരമായ പടം. സ്വാമി വളരെ സുന്ദരനായിട്ടിരിക്കുന്ന ഒരു പടമാണത്. അതെനിക്ക് ഭയങ്കര ആകർഷകമായിട്ട് തോന്നിയിട്ട് അത് ഞാൻ എടുത്ത് 11 കവറും വാങ്ങിച്ച് എല്ലാവർക്കും അഡ്രസ്സ് എഴുതിക്കൊണ്ട് ഞാൻ നമ്മുടെ നമ്മുടെ സ്റ്റാഫ്, ഇപ്പോഴത്തെ സ്വാമിയുടെ യജുർ മന്ദിരത്തിന്റെ ബാക്കിൽ, പണ്ടത്തെ ഐസ്ക്രീം പാർലറിന്റെ അടുത്ത് തെങ്ങുണ്ടല്ലോ, ബാക്ക് സൈഡിൽ മന്ദിരത്തിന്റെ ബാക്ക് സൈഡ് തെങ്ങുകളുണ്ടല്ലോ, അതിലൊരു തെങ്ങിന്റെ ചുവട്ടിരുന്നുകൊണ്ട് ഭക്ഷണം കഴിച്ചിട്ടില്ല. അപ്പൊ സ്വാമിയുടെ താമസിക്കുന്ന സ്ഥലം കാണാം. അതൊക്കെ വെച്ചിട്ട് അവിടെ ഇരുന്നുകൊണ്ട് എല്ലാവർക്കും അഡ്രസ്സ് എഴുതുമായിരുന്നു. 20 പേർക്കാണ് അയക്കേണ്ടത്. ഒരു പടം ബാക്കി എൻ്റെ കയ്യിലുണ്ട്. ബാക്കി ഓരോന്നായിട്ട് ഇങ്ങനെ അഡ്രസ്സ് വളരെ ശ്രദ്ധയോടുകൂടി അവിടെ ഇരുന്ന് എഴുതുകയാണ്. അന്ന് ഇന്നത്തെ പോലെ റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. ആ കാലത്തൊക്കെ നമുക്ക് എവിടെ വേണമെങ്കിലും ഇരിക്കാം, ഏത് രാവിലെ വേണമെങ്കിലും, എത്ര അർദ്ധരാത്രി വേണമെങ്കിലും വന്ന് ഭഗവാന്റെ അവിടെയൊക്കെ ഇരിക്കാം. അങ്ങനെ ഒരു സമയമായിരുന്നു. 90s അപ്പൊ അങ്ങനെ 91, 92 ഇത് സംഭവിക്കുന്നത്. അപ്പൊ ഇഷ്ടമുള്ളിടത്തൊക്കെ ഇരിക്കാം. ഭഗവാൻ ഒന്ന് ഇവിടെയാണ് താമസിക്കുന്നത്. മന്ദിരത്തിന്റെ മുകളിലാണ് സ്വാമി, ചെറിയ റൂമിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. നമുക്ക് മന്ദിരത്തിന്റെ പ്രദക്ഷിണം വെക്കാം. അങ്ങനെ ഒരുപാട് മനോഹരമായ അനുഭവങ്ങൾ തരുന്ന ഒരു സമയമായിരുന്നു 90s. അപ്പൊ അവിടെ ഞാൻ ഇങ്ങനെ ഇരുന്ന് എഴുതിക്കൊണ്ടിരിക്കുമ്പോ കുറച്ച് ദൂരെ ആയിട്ട് ഒരു വയസ്സായ അമ്മ, തെലുങ്കമ്മയാണ്, വയസ്സായ അമ്മ, കുറച്ച് വളരെ കൂനിക്കൊണ്ടൊരമ്മ, വളരെ പാവപ്പെട്ട ഒരമ്മയാണ്. ഒരു ചെറിയ ഭാണ്ഡക്കെട്ടുണ്ട് കയ്യിൽ. അവരെന്നെ ഇങ്ങനെ സാഗൂതം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാനും നോക്കി, ഞാൻ നാച്ചുറലായിട്ട് നമ്മൾ ഒരാളെ കാണുമ്പോൾ ചിരിക്കുമല്ലോ. അപ്പൊ ഞാനൊന്ന് അവരെ നോക്കി മന്ദഹസിച്ചു, ഒന്ന് അവരെ അക്സെപ്റ്റ് ചെയ്തതായിട്ട് തലയൊന്ന് കുനിച്ചു. അപ്പൊ പതുക്കെ അവരവിടുന്ന് എഴുന്നേറ്റ് നേരെ എൻ്റെ അടുത്ത് വന്നു. എന്നിട്ട് 2 പഴം, അവരുടെ കയ്യിൽ നിന്ന് 2 പഴം എടുത്തിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, മോളെ, അവരെന്റെ കയ്യിലിരിക്കുന്ന ഫോട്ടോ കണ്ടു. അവർ പറഞ്ഞു, മോളെ എനിക്ക് ഈ ഒരു ഫോട്ടോ തരാമോ എന്ന് ചോദിച്ചു. അത് തെലുങ്കിലാണ് ചോദിക്കുന്നത്. ഭഗവാൻ പറഞ്ഞ ഹൃദയത്തിന്റെ ഭാഷയല്ലേ, കണ്ടാ മനസ്സിലാവും. അപ്പൊ ഞാൻ പറഞ്ഞു, അമ്മയ്ക്ക് തരാലോ. എന്നിട്ട് ഞാൻ വേഗം ഫോട്ടോ അവർക്ക് കൊടുത്തു. ഒരെണ്ണമേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. അത് ഭഗവാൻ അവർക്ക് വേണ്ടി തന്നെ വെച്ചിരുന്നതായിരിക്കും. അതെന്തായാലും ഞാൻ അവർക്ക് കൊടുത്തു കഴിഞ്ഞതും അവര് 2 പഴം അവരുടെ പാണ്ടക്കെട്ടിൽ നിന്ന് എടുത്ത് എൻ്റെ അടുത്ത് തന്നിട്ട് പറഞ്ഞു, മോളെ ഭക്ഷണം കഴിക്കൂ, ഇന്ന് ഭക്ഷണം കഴിച്ചിട്ടില്ല എന്ന് നിന്റെ മുഖം കണ്ടാ അറിയാം എന്ന് പറഞ്ഞുകൊണ്ട് ആ 2 പഴം എടുത്ത് തന്നു. അന്ന് തൊട്ട് ഇന്ന് വരെ ഞാൻ പിന്നെ ഉപവാസം എടുത്തിട്ടില്ല. ഉപവസിക്കാന്നൊരു പരിപാടി എനിക്കില്ല, എനിക്ക് പറ്റൂല. അതാണ് രസം. അങ്ങനെയാണ് നമ്മുടെ ഭഗവാൻ. നമ്മുടെ ഓരോ കാര്യങ്ങളിലും എപ്പോഴും ഭഗവാൻ പറഞ്ഞ വാക്ക്, നിങ്ങളുടെ പുറകിൽ നിങ്ങൾക്ക് കാവലായി, നിങ്ങളുടെ മുൻപിൽ നിങ്ങൾക്ക് വഴികാട്ടിയായി, നിങ്ങളുടെ മുകളിൽ നിങ്ങളെ ഉയർത്തുവാനായി, നിങ്ങൾക്ക് താഴെ നിങ്ങളെ പൊക്കുവാനായി, നിങ്ങളുടെ വശങ്ങളിൽ നിങ്ങളുടെ കൂട്ടായി ഞാൻ എപ്പോഴും ഉണ്ടാവും എന്ന് പറഞ്ഞ ഭഗവാന്റെ വാണികൾ എത്ര കൃത്യമായിട്ടാണ് സ്വാമി പാലിക്കുന്നത് എന്നുള്ള ഒരു അനുഭവമാണ് ഞാനിവിടെ പങ്കുവെച്ചത്. ഇന്നത്തെ സംഗ്രഹം വാസ്തവത്തിൽ തത്വം കൂടെ നിറഞ്ഞതായിരുന്നുകൊണ്ട് നമ്മൾ അതിനെപ്പറ്റി പ്രത്യേകം പറയുന്നില്ല. അതുകൊണ്ട് ക്വിസിലേക്ക് പ്രവേശിക്കുകയാണ്. ദണ്ഡകാരണ്യം. ദ്രോഹചിന്തയാൽ പ്രേരിതനായി കാക്കയുടെ രൂപത്തിൽ സീതയെ ഉപദ്രവിച്ചത് ആരാണ്? ഇന്ദ്രപുത്രനായ ജയന്തൻ. സീതയുടെ പാദങ്ങളിൽ നിന്നും രക്തം പ്രവഹിക്കുന്നത് കണ്ട രാമൻ എന്ത് ചെയ്തു? അതിന്റെ പരിണിത ഫലം എന്തായിരുന്നു? അത് പോയി തീകോളമായിട്ട് രക്ഷിക്കാൻ വേണ്ടി അഭയം പ്രാപിച്ചു. അതെ, അതായത് ശ്രീരാമന്റെ ബാണം എങ്ങനെയാണെന്ന് വെച്ചാല്, മന്ത്രം ചൊല്ലി ഒരു പുല്ലെറിഞ്ഞാലും ബാണമാണ്. അതാണ് നമ്മുടെ പഴഞ്ചൊല്ലുണ്ട്, വല്ലഭന് പുല്ലും ആയുധം. അത്രയ്ക്ക് ശ്രേഷ്ഠനായ കാര്യങ്ങൾ ചെയ്യുന്ന ഒരാൾക്ക് പുല്ല് പോലും ആയുധമാക്കാം. അതുപോലെ നമ്മുടെ വിഷ്ണു സഹസ്രനാമത്തിൽ പറയുന്നുണ്ട്, സർവപ്രഹരണായുധ. അവസാനത്തെ നാമം അതാണ്, സർവപ്രഹരണായുധ. എന്താണ് സർവപ്രഹരണായുധ? എന്തും ഭഗവാന്റെ കയ്യിൽ ആയുധമാണ്, എന്തും. അത് ധർമ്മം സംരക്ഷിക്കുവാനായിട്ട് ഭഗവാൻ അത് ഉപയോഗിക്കും. ഇവിടെ ആഗ്നേയാസ്ത്രമായിട്ടാണ് അത് മാറുന്നത്. ആ പുല്ല് ആഗ്നേയാസ്ത്രമായിട്ട് ജയന്തന്റെ പുറകെ പോവുകയാണ്. അതുപോലെ രാമൻ എപ്പോഴും പറയും, ശ്രീരാമൻ പറയും, എൻ്റെ ബാണം
ഒരിക്കലും ലക്ഷ്യം കണ്ടാതെ മടങ്ങില്ല എന്ന് പറയും. അതുകൊണ്ട് ഭഗവാന്റെ ആ ലക്ഷ്യം എന്തായിരുന്നു? ജയന്തന്റെ കണ്ണ്. അങ്ങനെ ജയന്തനൊരു കണ്ണ് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പൊ ജയന്തന്റെ ഈ പ്രവൃത്തി കൊണ്ട് ആർക്കാണ് അവമാനം ഉണ്ടായത്? ദേവേന്ദ്രന്. ദേവേന്ദ്രന്. അതിൽ നമുക്ക് എന്ത് പാഠമാണ് നമ്മൾക്ക് ലഭിക്കുന്നത്? മക്കൾ മാതാപിതാക്കന്മാർക്ക് വിഷമം ഉണ്ടാക്കുന്ന പ്രവൃത്തി ചെയ്യരുതെന്ന്. അതെ അതെ, അത് തന്നെയാണ് നമുക്ക് സ്വാമിയോടും ചെയ്യാനുള്ളത്. സായി ഡിവോട്ടി എന്നുള്ളൊരു പിന്നെ ഒരു വേഷം, ഒരു സാരിയൊക്കെ പുതച്ച് അല്ലെങ്കിൽ വെള്ളയൊക്കെ ഇട്ട് ഭസ്മമൊക്കെ പൂശി വിഭൂതിയൊക്കെ പൂശി അങ്ങനെ നടക്കുമ്പോ നമുക്കൊരു സ്റ്റാമ്പാണത്, നമുക്കൊരു ലക്ഷണമാണ്. സായി ഡിവോട്ടിയാണ് അവർ എന്ന് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വാക്കോ ചിന്തയോ പ്രവൃത്തിയോ സ്വാമിക്ക് മോശമായ പേര് കൊണ്ടുവരുന്ന ഒരു പ്രവൃത്തിയും നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാൻ പാടില്ല. ഒരാള് നമ്മളെ കൈ ചൂണ്ടിക്കൊണ്ട് പറയാൻ പാടില്ല, ഓ ഒരു സായി ഡിവോട്ടി വന്നിരിക്കുന്നു എന്ന് പറയാൻ പാടില്ല. അതങ്ങനെ പറഞ്ഞാൽ ആർക്കാണ് അതിന്റെ മോശം? ഭഗവാനാണ് മോശം. എങ്ങനെയാണോ നമ്മുടെ അച്ഛനമ്മമാർക്ക് മോശം ഉണ്ടാകാൻ വേണ്ടി നമ്മളൊരു പ്രവൃത്തിയും ചെയ്യാതിരിക്കുന്നത്, അതുപോലെ തന്നെയാണ് സ്വാമിയുടെ പേരിന് ഒരു ദോഷവും വരാതിരിക്കാനുള്ള പ്രവൃത്തി ചെയ്യുക എന്നുള്ളത് നമ്മളെ ഇത്രയധികം സ്നേഹിക്കുന്ന നമ്മുടെ മാതാവും പിതാവും ഗുരുവും ഈശ്വരനും എല്ലാമായ സ്വാമിക്ക് വേണ്ടി നമ്മൾ ചെയ്യേണ്ട കർത്തവ്യമാണ്. സീതാരാമ ലക്ഷ്മണന്മാർ ചിത്രകൂടം ഉപേക്ഷിച്ച് പോയത് എന്തുകൊണ്ടാണ്? പറഞ്ഞോളൂ. താപസന്മാരൊക്കെ അല്ലല്ലോ, അവിടെ ആരാണ് വന്നത് അവരെ കാണാൻ? അല്ല, ചിത്രകൂടത്തിൽ ആരാണ് അവരെ കാണാൻ വന്നത്? ഭരതനും അയോധ്യാവാസികൾ ഒന്നടങ്കം അവിടെ വന്നു. അപ്പം ചിത്രകൂടത്തിൽ വരണമെങ്കിൽ ഗംഗാനദി ക്രോസ് ചെയ്താൽ മാത്രം മതി. ഗംഗാനദി ക്രോസ് ചെയ്ത് കുറച്ച് നടന്നാൽ ചിത്രകൂടത്തിലെത്തും. അതുകൊണ്ട് രാമനും ലക്ഷ്മണനും ഒക്കെ താമസിക്കുന്ന സ്ഥലം മനസ്സിലായതുകൊണ്ട് അത്രയധികം ഭഗവാനെ കാണാതിരിക്കാൻ പറ്റില്ല എന്ന് തോന്നുന്ന അയോധ്യാവാസികളൊക്കെ അടിക്കടി വരാൻ തുടങ്ങും. അപ്പൊ അവിടെ താമസിച്ച ഭഗവാന്റെ കാര്യം നടക്കില്ല, അവതാര ദൗത്യം നടക്കില്ല. അതുകൊണ്ടാണ് ചിത്രകൂടം ഉപേക്ഷിച്ചു പോകാൻ, കൊടുങ്കാട്ടിലേക്ക് പോകാനായിട്ട് തീരുമാനിക്കുന്നത്. ചിത്രകൂടത്തിൽ നിന്ന് അവര് എവിടേക്കാണ് പോയത്? അതെ, അത്രി മഹർഷിയുടെയും അനസൂയയുടെയും ആശ്രമത്തിലേക്ക്. അനസൂയയെ പറ്റി നിങ്ങൾക്ക് എന്തറിയാം? മഹർഷിയുടെ ഭാര്യയാണ്. ഒരു വലിയ സ്റ്റോറി ഉണ്ട്. ദത്താത്രേയന്റെ സ്റ്റോറി അറിയില്ലേ? ദത്താത്രേയൻ എന്ന് പറഞ്ഞാല് അത്രിയുടെ പുത്രൻ, അതാണ് ദത്താത്രേയൻ. മൂന്നെന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? മൂന്ന് ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർ. അനസൂയാദേവിയുടെ പാതിവ്രത്യം കണ്ടപ്പോഴ് പിന്നെ നമ്മളുടെ സരസ്വതി, ലക്ഷ്മി, പാർവതി, ദുർഗാലക്ഷ്മി, സരസ്വതിമാർക്ക് ദേവി ഒന്ന് പരീക്ഷിക്കണമെന്ന് തോന്നി. അവര് ഭർത്താക്കന്മാരോട് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, ഇത്ര പതിവ്രതയാണെങ്കിൽ, ഇത്ര പാതിവ്രത്യ നിശ്ചയമുള്ളവളാണെങ്കിൽ അനസൂയാദേവിയുടെ അടുത്ത് ചെന്നിട്ട് നഗ്നയായി നിങ്ങൾക്ക് ദർശനം തരണമെന്ന് പറയൂ, നിങ്ങളെ സേവനം ചെയ്യണമെന്ന് പറയൂ എന്ന് പറഞ്ഞു, ഒരു പരീക്ഷണത്തിന്. അവരും ഭാര്യമാര് പറഞ്ഞ കേൾക്കാതിരിക്കാൻ പറ്റൂലല്ലോ, വേറെ മൂന്നാളും കൂടെ വന്നു. വന്നപ്പോ അത്രി മഹർഷി അവിടെ ഉണ്ടായിരുന്നില്ല, അനസൂയാദേവി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ദേവി കതവ് തുറന്നു, പർണശാലയുടെ വാതിൽ തുറന്ന് പുറത്തു വന്നപ്പോ ഭഗവാന്മാര് നിൽക്കുകയാണ്. ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരാണ് അവിടെ നിൽക്കുന്നത്. താഴെ വീണ് തൊഴുത് നമസ്കരിച്ചു. എന്നിട്ട് പറഞ്ഞു, അമ്മേ ഞങ്ങൾക്കൊരു വരം തരണം, അമ്മ ഞങ്ങൾക്കൊരു വരം തരണം എന്ന്. ഞാൻ വരം തരികയോ? അമ്മ ഞങ്ങൾക്കൊരു വരം തരണം. എന്താണ് വരം? അമ്മ ഞങ്ങളെ നഗ്നയായി സേവനം ചെയ്യണം എന്ന് പറഞ്ഞു. അതിനെന്താ, സാരമില്ല, അകത്ത് വരൂ എന്ന് പറഞ്ഞു. അകത്ത് വന്നു. ദേവി അവരെ മൂന്ന് അല്പം ജനിച്ച കുട്ടികളാക്കി മാറ്റി, ശിശുക്കളായിട്ട്. മൂന്ന് ശിശുക്കളായിട്ട് മൂന്ന് തൊട്ടിൽ കിടന്നു. ദേവി നഗ്നയായിട്ട് അവർക്ക് പാലൊക്കെ കൊടുത്ത് അവിടെ ഇരുന്നു. ഭഗവാൻ തിരിച്ച് കുറേ നേരമായിട്ടും ഭർത്താക്കന്മാർ തിരികെ വരുന്നില്ല. വേഗം തന്നെ
ദുർഗാലക്ഷ്മി സരസ്വതിമാർ ഓടിക്കതച്ച് ഇവിടെ വന്ന് മറഞ്ഞു നിന്ന് നോക്കുമ്പോ എന്താണ് 3 പേരും ശിശുക്കളായിട്ട് കൈകാലിട്ടടിച്ച് തൊട്ടിലിൽ കിടക്കുന്നതാണ് കാണുന്നത്. അപ്പത്തേക്കും അത്രി മഹർഷിയും എത്തി. അപ്പൊ അവര് 3 പേരും ദേവിക്ക് അനസൂയ ദേവിക്ക് ദർശനം കൊടുത്തു പറഞ്ഞു, ദേവി ഞങ്ങളോട് ക്ഷമിക്കണം, ഞങ്ങളുടെ ഭർത്താക്കന്മാരെ തിരികെ തരൂ എന്ന് പറഞ്ഞു. അപ്പോ അവര് അതേപോലെ തന്നെ അതേ പാതിപത്യ ശുദ്ധി കൊണ്ട് അവരും ഭഗവാന്മാര് അവരെ ഒറിജിനൽ രൂപം തിരിച്ചു കൊടുക്കുകയാണ്. അപ്പോ അവരനുഗ്രഹിച്ചു, ഞങ്ങള് ഈ ഒരു വേഷം ദത്താത്രേയൻ 3 വേഷത്തില് 3 പേരും ഒരുമിച്ച് ഉള്ള ഒരു രൂപം, ഒരു ദേവതാ രൂപത്തില് ലോകത്തെ അനുഗ്രഹിക്കാനായിട്ടുണ്ടാകും. അത് അനസൂയയുടെയും അത്രി മഹർഷിയുടെയും പുത്രനായിക്കൊണ്ട് ഞങ്ങൾ ദത്തത്രേയനായിട്ടുണ്ടാവും. ദത്തത്രേയന്റെ വളരെ മനോഹരമായ ഒരു അമ്പലം, ഒരു ക്ഷേത്രം നമ്മുടെ ഈശ്വരാമ്മ സമാധിയിൽ അവിടുന്ന് കുറച്ച് അങ്ങോട്ട് പോയാല് വളരെ സുന്ദരമായ പ്രതിമയാണ് ഉണ്ട്. നമ്മൾ ഇനി പുട്ടപ്പർത്തി വരുമ്പോ വന്ന് കണ്ടോളൂ കേട്ടോ. അതാണ് അത്രി മഹർഷിയുടെയും അനസൂയയുടെയും സ്റ്റോറി. പ്രപഞ്ചത്തിൽ അനസൂയയോട് സീത എന്താണ് പറഞ്ഞത്? സീതാരാമ രഹസ്യം അനസൂയക്ക് മനസ്സിലാക്കി കൊടുത്തു. അതെ, എന്തായിരുന്നു ആ തത്വം? പ്രപഞ്ചം ഒരു ഗോളമാണ്. അതായത് പുരുഷനും പ്രകൃതിയും ഇത് രണ്ടുമേ ഉള്ളു ലോകത്ത്. പുരുഷൻ എന്ന് പറഞ്ഞാൽ ഭഗവാൻ മാത്രം, അതായത് ശ്രീരാമൻ മാത്രം. പ്രകൃതി എന്ന് പറഞ്ഞാൽ ദേവിയാണ്. ഈ സ്ത്രൈണഭാവം പുരുഷന്മാരിലും ഉണ്ട്. പുരുഷൻ രാമൻ മാത്രമേ ഉള്ളൂ. പക്ഷെ എല്ലാ മനുഷ്യരിലും സ്ത്രൈണഭാവമുണ്ട്, അമ്മഭാവം എല്ലാ മനുഷ്യരിലും ഉണ്ട്. അതാണ് പിന്നെ സീതാദേവി അനസൂയയോട് പറഞ്ഞത്. പിന്നെ പറഞ്ഞു രാമതത്വം എന്ന് പറയുന്നത് രാമന് ദ്വൈതഭാവങ്ങളൊന്നുമില്ല. അതായത് സുഖദുഃഖം, ഇരുട്ട്, തണുപ്പ്, വെളുപ്പ് അങ്ങനെയുള്ള യാതൊരു തരത്തിലുള്ള ദ്വൈതഭാവങ്ങളില്ല. രാമൻ എന്ന് പറഞ്ഞാൽ അനശ്വര പുരുഷൻ, അനശ്വര പുരുഷത്വം, നിർഭയൻ, ശക്തൻ, അനശ്വര പുരുഷൻ, പ്രകൃതിയെ അഥവാ അനശ്വര സ്ത്രീത്വത്തെ, അതാണ് സീതാദേവി. അത് പ്രകൃതി നാനാവർണ്ണവും അനേകമായി കാണപ്പെടുന്നത് ഭഗവാന്റെ തന്നെ വിഷ്ണു മായ കൊണ്ടാണ്. മായയാണ്, വാസ്തവത്തിൽ അത് ഏകമാണ്, ഒന്നേ ഉള്ളൂ, അതിനെ പലതായിട്ട് കാണുന്നതാണ്. മനസ്സിലായില്ലേ? അങ്ങനെയാണ് അതിന്റെ രാമതത്വം, സീതാതത്വം. അത്രിമഹർഷിയുടെ ആശ്രമത്തിൽ നിന്നും പോയ അവർ വഴിമധ്യേ എന്ത് കണ്ടു? വിരാധൻ അതായത് ഇത്രയും വലിയൊരു കാട്ടില് വളരെ സുന്ദരമായ ഒരു ക്ഷേത്രത്തോടു കൂടിയ ഒരു ആശ്രമം കണ്ടു. അവിടെ നല്ല പൂന്തോട്ടം, മനുഷ്യരാൽ നിർമ്മിക്കപ്പെട്ട പൂന്തോട്ടവും ഗുരുശിഷ്യന്മാരെയൊക്കെ കണ്ടു. അതാണ് അവര് കണ്ടത്. അവരെ നേരിട്ട രാക്ഷസന്റെ പേരെന്താണ്? വിരാധൻ. എങ്ങനെയാണ് വിരാധനായി മാറിയത്? കുബേരന്റെ ശാപം. കുബേരന്റെ ശാപം. കുബേരനും യക്ഷരാജാവാണ് കുബേരൻ. അതായത് ദേവന്മാരുടെ കൂട്ടത്തിലെ യക്ഷന്മാര്, കിന്നരന്മാര്, ഗന്ധർവന്മാര്, ഇങ്ങനെ പല ഗ്രൂപ്പുകളുണ്ട്. അതിലെ യക്ഷന്മാരുടെ രാജാവാണ്. അവര് ദേവന്മാര് തന്നെയാണ്, പക്ഷെ ഒരു സെക്കൻഡറി എന്ന് പറയാം, രണ്ടാമത്തെ ലെവൽ. മനസ്സിലായില്ലേ? ഭഗവാനാണ് ഏറ്റവും മുകളിലുള്ള പരബ്രഹ്മം എന്ന് പറയുന്ന ഭഗവാൻ മാത്രം. പരബ്രഹ്മത്തിന്റെ കേന്ദ്രം എന്ന് പറയുന്ന പോലെ, കേന്ദ്രവും സ്റ്റേറ്റ്സും പിന്നെ വില്ലേജസ് ഒക്കെ എന്ന് പറയുന്ന പോലെ, അതുപോലെ തന്നെയാണ് അവിടുത്തെ നിയമം. മനസ്സിലായില്ലേ? അപ്പോ അങ്ങനെയുള്ളവരാണ് യക്ഷന്മാരും ഗന്ധർവന്മാരും കിന്നരന്മാര്, അപ്സരസ്, അങ്ങനെയുള്ളവരൊക്കെ. അതില് യക്ഷരാജനായിരുന്നു കുബേരൻ, ഗന്ധർവനായിരുന്നു ഈ വിരാധൻ അതിനു മുമ്പ്. അപ്പൊ രാക്ഷസനായി പോട്ടെ എന്ന് ശപിക്കും. അവരാദ്യം പിന്നെ ആരുടെ ആശ്രമത്തിലേക്കാണ് പ്രവേശിച്ചത്? അദ്ദേഹത്തിന്റെ ത്യാഗം എന്തായിരുന്നു? പ്രേമത്തിലൂടെ ഭഗവാനെ, അതായത് അദ്ദേഹത്തിന്റെ ത്യാഗം, ശരീരത്യാഗം, ശരീരം ഉപേക്ഷിക്കുകയാണ് ഭഗവാനെ നോക്കിക്കൊണ്ട്. ഒരു മനുഷ്യന്
എത്ര അവശനായാലും ഉപേക്ഷിക്കാൻ ഇഷ്ടമില്ലാത്ത എന്താണ്? നമ്മുടെ ശരീരമാണ്. എത്ര അവശനാണെങ്കിലും എത്ര തന്നെ കഷ്ടപ്പെട്ട് അനുഭവിച്ചാലും പിന്നെ മരിക്കാൻ ഇഷ്ടമല്ല മനുഷ്യർക്ക്. അതുകൊണ്ട് ശരവകാശി പക്ഷെ നിഷ്പ്രയാസം ഭഗവാനെ നോക്കിക്കൊണ്ട് അഗ്നി ജ്വലിപ്പിച്ച് അതിൽ ചാടി ഭഗവാനെ നോക്കിക്കൊണ്ട് തന്നെ ശരീരം വെടിയാണ് ചെയ്തത്. അത്ര വലിയ ത്യാഗമാണ് ശരഭംഗ മഹർഷി ചെയ്തത്. അവിടെ നിന്നും ആത്മാഹൂതിക്ക് ശേഷം ആരാണ് അത് ആ വിവരം അറിഞ്ഞപ്പം ശ്രീരാമനെ നമസ്കരിച്ചത്? സുദീക്ഷണൻ, അഗസ്ത്യമുനിയുടെ സുദീക്ഷണൻ. ശിഷ്യൻ. അഗസ്ത്യ മനുഷ്യരെ ശിഷ്യനായ സുദീക്ഷണൻ. സുദീക്ഷണൻ. പറഞ്ഞോളൂ സുദീക്ഷണൻ. സുദീക്ഷണൻ. അതെ. സുദീക്ഷണൻ ആവശ്യപ്പെട്ട വരൻ എന്തായിരുന്നു? സീതാ സംയുക്തമായിട്ട് എന്റെ മനസ്സിൽ എപ്പോഴും നിവസിക്കണം ഭഗവാൻ. അതെ അതെ. അപ്പോ സുദീക്ഷണനൊപ്പം അഗസ്ത്യാശ്രമത്തിലേക്ക് പോയപ്പോ ശ്രീരാമലക്ഷ്മണന്മാർ എന്താണ് കണ്ടത്? അവിടെ അവിടെ ഒരു തടിച്ചു വളർന്ന ഒരു പർവ്വതം കണ്ടു. ആ നദിയുടെ മധ്യത്തില് നദിയുടെ ജലത്തിന്റെ ഒരു ഭാഗത്തായിട്ടൊരു പർവ്വത ശിഖരം കണ്ടു. അവിടെയാണ് അഗസ്ത്യാശ്രമം ഉണ്ടായിരുന്നത്. താമരപ്പൂ പോലെ ശോഭിക്കുന്ന ഒരു അഗസ്ത്യാശ്രമം. അവിടെ എന്താ ആ ആശ്രമത്തിന്റെ പ്രത്യേകത എന്തായിരുന്നു? മറന്നുപോയോ? നാനാ ജന്തുപക്ഷികൾ, അതായത് പരസ്പര വൈര്യമുള്ള ജന്തുപക്ഷികൾ പോലും സൗഹൃദത്തോടെ കഴിയുന്നു. അഗസ്ത്യ മഹർഷി രാമനെ എങ്ങനെയാണ് സ്വീകരിച്ചത്? ആലിംഗനം ചെയ്തു. എന്ത് വിളിച്ചു? സ്വാമി എന്ന് വിളിക്കുകയാണ്. അതായത് ഭഗവാൻ തന്നെയാണെന്ന് അറിയുന്നു അഗസ്ത്യൻ ചെയ്ത ഒരു കാര്യം എന്താണ്? ലേറ്റർ ശ്രീരാമന് പിന്നെ ചെയ്തൊരു കാര്യം എന്താണ്? അഗസ്ത്യ മഹർഷി വളരെ ശ്രേഷ്ഠമായ ഒരു കാര്യമാണ്. യുദ്ധം ജയിക്കാൻ വേണ്ടി എന്റെ ആയുധങ്ങളൊക്കെ പിന്നെ അഗസ്ത്യ മഹർഷി യുദ്ധം ജയിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രീരാമനോട് പിന്നെ നമ്മളുടെ ആദിത്യ ഹൃദയ മന്ത്രം ഉപദേശിച്ചു. ലേറ്റർ യുദ്ധസമയമാവുമ്പം ആ ചാപ്റ്ററൊക്കെ നമുക്ക് വരുന്നതേ ഉള്ളൂ. ഞാൻ അതിനെപ്പറ്റി പറഞ്ഞേ ഉള്ളൂ. രാമൻ അഗസ്ത്യ മഹർഷിയോട് എന്താണ് ആവശ്യപ്പെടുന്നത്? പർണശാല വേണ്ടി താമസിക്കാനുള്ള സ്ഥലം കാണിച്ചു കൊടുക്കണം. മാത്രമല്ല താൻ ആരാണെന്നും എന്തിനാണ് വനത്തിൽ വന്നിരിക്കുന്നതെന്നും അഗസ്ത്യ മഹർഷിക്ക് അറിയാമെന്ന് ശ്രീരാമൻ അറിയാമായിരുന്നു. അതുകൊണ്ട് വളരെ ഓപ്പൺ ആയിട്ട് ഭഗവാൻ അദ്ദേഹത്തിനോട് ചോദിക്കുകയാണ്, രാക്ഷസന്മാരുടെ കൂട്ടത്തോടെ വധിക്കാൻ എന്താണ് ഞാൻ ചെയ്യേണ്ടത്? ഈശ്വരാർപ്പണമായിട്ട് ജീവിക്കുന്നവരെ എങ്ങനെയാണ് രക്ഷിക്കേണ്ടതെന്നുള്ള അദ്ദേഹത്തിന്റെ അഭിപ്രായം ചോദിക്കുകയാണ്. മനസ്സിലായില്ലേ? അതിന് അഗസ്ത്യ മഹർഷിയുടെ മറുപടി എന്തായിരുന്നു? പറഞ്ഞോളൂ. അദ്ദേഹം വെളിപ്പെടുത്താണ് ശ്രീരാമന്റെ സൽസ്വരൂപം വെളിപ്പെടുത്തുകയാണ്. അതായത് സർവജ്ഞനായ അങ്ങ് എനിക്ക് ദർശന സ്പർശന സംഭാഷണങ്ങൾ തന്നെ എന്നെ അനുഗ്രഹിച്ചു. അങ്ങയുടെ അജയ്യമായ കീർത്തി ഭൂമിയിലും സ്വർഗത്തിലും ഉള്ളതെല്ലാം സൃഷ്ടിക്കുന്നു. അങ്ങ് കാലസ്വരൂപനാണ്. പ്രപഞ്ചം തന്നെ അങ്ങയുടെ ഒരു മായാരൂപം മാത്രമാണ്. സാകാര രൂപത്തെ പൂജിക്കാനാണ് എനിക്കിഷ്ടം. അതുകൊണ്ട് അവിടുത്തെ മായയാൽ മോഹിപ്പിക്കാതെ എൻ്റെ അന്തരംഗത്തിൽ അങ്ങയെ പിന്തുടരാനും എൻ്റെ അഹന്ത വളർത്താതെ അങ്ങയെ പിന്തുടരാൻ എന്നെ അനുവദിക്കണം. പിന്നെ എവിടെയാണ് ദണ്ഡകാരണ്യം ഉണ്ടായിരുന്നത്? ഗോദാവരി തീരത്ത്. ദണ്ഡകാരണ്യത്തിന് ആ പേരുണ്ടായത് എങ്ങനെയാ? അതെ, പറഞ്ഞോളൂ. ദണ്ഡൻ എന്ന
ഭരണകർത്താവ് ഭരിച്ചു. അപ്പൊ ഭൃഗുവംശിയുടെ അതിനു മുൻപ് മണ്ണ് പഞ്ചവടിയില് ഗൗതമുനിയുടെ മണ്ണ് പേരിട്ട് അവിടെ മൂടി. അതെ അതല്ല കപട ഗൗതമുനിയുടെ സന്യാസിമാർ ഗൗതമഹർഷിയുടെ ആശ്രമം എന്നത് പഞ്ചവടിയിൽ ക്ഷാമം ഉണ്ടായപ്പോൾ തന്നെ ആശ്രയിച്ചവർക്ക് എല്ലാവർക്കും ഗൗതമ മഹർഷി അഭയം നൽകി. അത് അസൂയാലുക്കളായ കപട സന്യാസിമാർക്ക് ഇഷ്ടമായില്ല. അപ്പൊ അവരെന്ത് ചെയ്തു? പശുവിനെ കൊല്ലുക എന്നുള്ളത് വലിയൊരു അപരാധമാണ് അന്നത്തെ. അപ്പൊ ചാവാറായ ഒരു പശുവിനെയാണ് അവിടെ കൊണ്ട് കെട്ടിയിട്ട്, തൊട്ട ചാവുന്ന ഒരു പശുവിനെ. അപ്പൊ അത് ചത്തു വീണു ഗൗതമൻ തൊട്ടപ്പോ. അപ്പൊ ഗോഹത്യ പാപം ചുമത്തി അവര് ഗൗതമനെ ഭ്രഷ്ടനാക്കും. അപ്പോ ഗൗതമ മഹർഷി വളരെ വലിയ സന്യാസിയായിരുന്നു. അദ്ദേഹം ധ്യാനത്തിലൂടെ സത്യം മനസ്സിലാക്കിക്കൊണ്ട് നീചരായ ആൾക്കാരാൽ മലിനമാക്കപ്പെട്ട ഈ സ്ഥലത്ത് താൻ താമസിക്കില്ല, ഇത് രാക്ഷസ പ്രകൃതികളായ ആൾക്കാരുടെ യക്ഷന്മാരുടെ വിവാഹരംഗമാകട്ടെ എന്ന് ശപിക്കും. പിന്നെയാണ് നിങ്ങൾ പറഞ്ഞ ദണ്ഡൻ എന്ന ഒരു രാജാവ് ഉണ്ടായിരുന്നു. അയാള് ഗുരുപുത്രയെ അവമാനിക്കും. അപ്പം അവർ ശപിച്ചിട്ടാണ് അവിടെ മഹർഷി ശപിച്ചിട്ട് മണ്ണുമഴ ഉണ്ടാവും. മണ്ണും മഴയും കൂടെ ചേർന്ന് ആണ് പെയ്യുന്നത്. അപ്പൊ എന്തുണ്ടാവും? ചെളിയാവില്ലേ? അങ്ങനെ ദണ്ഡകാരണ്യം ചെളിയായി അവിടെ വലിയ കാട് വളരും. അങ്ങനെയാണ് ദണ്ഡകാരണ്യമാകുന്നത്. ദണ്ഡകാരണ്യത്തിലെ പോകുന്നതിന് മുമ്പ് മഹർഷി എന്താണ്, അഗസ്ത്യ മഹർഷി എന്താണ് സമ്മാനിച്ചത് രാമന്? വിദ്യായുധങ്ങളൊക്കെ. അതെ, ദിവ്യമായ ആയുധങ്ങൾ. ശാപഗ്രസ്തമായ ദണ്ഡകാരണ്യം എന്തിനാണ് അഗസ്ത്യ മഹർഷി കാണിച്ചു കൊടുത്തത്? ശ്രീരാമനും അവിടെ നല്ല സ്ഥലം. അതെ 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 ആ സ്ഥലം പുണ്യപ്രദേശമായി മാറും. രാക്ഷസന്മാരെയൊക്കെ നശിപ്പിക്കും. താപസന്മാർക്ക് അവിടെ തപസ് ചെയ്യാനും അവർക്ക് അഭയം കിട്ടും. അതുകൊണ്ട് തന്റെ ശക്തിയേറിയ ആയുധം എന്താണെന്നാണ് അഗസ്ത്യ മഹർഷി പറയുന്നത്? പ്രേമായുധം. ആരോടുള്ള? ശ്രീരാമനാണ്. അതെ, ശ്രീരാമനോടുള്ള തന്റെ പരിചയവും ശക്തിയും പൗരുഷവും എല്ലാം രാമന്റെ അനുഗ്രഹമാണ്. അത് തന്നെയാണ് തന്റെ ആയുധവും അഭയ കേന്ദ്രവും കോട്ടയും അഭേദ്യമായ കവചവുമെന്ന് മഹർഷി പറയുന്നു. ദണ്ഡകാരണ്യത്തിൽ എവിടെയാണ് അവർ താമസിച്ചത്? പഞ്ചവടി. അവിടെ അവർ ആരെയാണ് കണ്ടുമുട്ടിയത്? ജടായുവിനെ. ജടായു ആരായിരുന്നു? എന്തുകൊണ്ടായിരിക്കും ശ്രീരാമൻ ജടായുവിനെ പഞ്ചവടിയിൽ തന്നെ താമസിക്കാൻ സമ്മതിച്ചത്, അവരുടെ പർണശാലയ്ക്ക് അടുത്ത്? അതൊന്നും നമുക്ക് എന്ത് മനസ്സിലാവും? വീണ്ടും കണ്ടുമുട്ടാൻ ആവശ്യമുള്ളവരെല്ലാം നേരിട്ട് വീണ്ടും ഈ നമുക്ക് മനസ്സിലാവുന്നത് എന്താണെന്നറിയാമോ? ശ്രീരാമൻ ഈശ്വരനാണെന്ന് ശ്രീരാമൻ അറിയാം. അദ്ദേഹം അത് പ്രത്യക്ഷമായിട്ട് പറഞ്ഞിട്ടില്ലെങ്കിലും പരോക്ഷമായിട്ട് പലപ്പോഴും വെളിപ്പെടുത്താറുണ്ട്. അതിലൊരു സംഭവമാണിത്. അതായത് സീതാഭരണം ഉണ്ടാകും. അപ്പോ കട്ടുകൊണ്ടുപോകുന്ന രാവണനെ ജടായു എതിർക്കും. ഇതെല്ലാം ശ്രീരാമന് മുൻകൂട്ടി അറിയാം. അതിനൊരു അവസരം ഒരുക്കുന്നതിനും ശ്രീരാമന്റെ കൈകളിൽ കിടന്ന് മരിക്കുന്നതിനും ഉള്ള യോഗം ജടായുവിനുണ്ട്. ശ്രീരാമനാൽ ഉദകക്രിയ ചെയ്യാനുള്ള പുത്രസമാനം, അതിനുള്ള യോഗവും ദശരഥന്റെ സുഹൃത്തായ ജടായുവിനുണ്ട് എന്ന് ശ്രീരാമൻ അറിയാം ആയിരുന്നു. അതായത് ഭാവിയും ഭഗവാൻ പറയുന്നത് പോലെ, നമ്മുടെ സ്വാമി പറഞ്ഞ പോലെ, നിങ്ങളുടെ 1000 വർഷത്തെ ഭൂതകാലവും വരാനിരിക്കുന്ന 1000 വർഷവും ഈ വർത്തമാനകാലവും ഞാൻ അറിയുന്നു എന്ന് പറയുന്നത് പോലെ ശ്രീരാമനും ഭൂതവും ഭാവിയും വർത്തമാനവും എല്ലാ കാലങ്ങളും അറിയുന്ന ത്രികാലജ്ഞാനിയായ ഭഗവാനായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ജയ സായിരാം. അപ്പൊ സങ്കീർത്തന സമസ്ത ലോക പറഞ്ഞോളൂ മോളെ. സങ്കീർത്തന വളരെ ഭംഗിയായിട്ട് ഭജന പാടി.
ബാലകൃഷ്ണന്റെ ആ അനുഗ്രഹം അവർക്ക് ആ നല്ലോണം ഉണ്ട്. മനോഹരമായ പാട്ടാണ് സങ്കീർത്തനയുടെ. ഞാൻ സായിരാം. കാഞ്ഞങ്ങാട് പോയപ്പോഴൊക്കെ ഇവള് സമിതിന്ന് ഭജന പാടുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. നന്നായി. സായിരാം. സായിരാം സർ. സായിരാം. സമസ്തലോകാ സുഖിനോ ഭവന്തു. സമസ്തലോകാ സുഖിനോ ഭവന്തു. സമസ്തലോകാ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി.